അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. മാഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഏറ്റവും പ്രിയമുള്ള ഹാജിമാരെ, നിങ്ങളുടെ യാത്രയുമായി ബന്ധപ്പെട്ട ചില പ്രധാന നിർദ്ദേശങ്ങളാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നിങ്ങളെ യാത്രയയക്കുന്ന മക്കള്, അല്ലെങ്കിൽ ഭാര്യമാര്, അതുമല്ലെങ്കിൽ ഭർത്താക്കന്മാര്, മറ്റു വേണ്ടപ്പെട്ടവരും കേൾക്കേണ്ട ഒരു ക്ലാസ്സാണിത്. ഓരോ ഹാജിമാരും ഇപ്പോൾ ഈ ക്ലാസ് ഒരു വട്ടം കേൾക്കുന്നതിന് പുറമെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് 1-2 ദിവസം മുമ്പ് ഒന്നുകൂടി കേൾക്കുകയും വേണം. പലരും പല ദിവസങ്ങളിലാണല്ലോ പോരുക. പോരുന്നതിന് മുന്നേ നിർബന്ധമായും ഇത് കേൾക്കണം. വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് ഒരു ദിവസമോ അതിന് മുന്നെയോ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ആദ്യം പറയാം. ഒന്നാമതായി, ഒരു ചെറിയ നോട്ട് ബുക്കും പേനയും കയ്യിൽ കരുതുക. ആ നോട്ട് ബുക്കും പേനയും നമ്മുടെ മൊബൈൽ പോലുള്ള ചെറിയ സാധനങ്ങളും സൂക്ഷിക്കാൻ പറ്റിയ ചെറിയ തോളിലിടാൻ പറ്റുന്ന ഒരു ബാഗും വാങ്ങിക്കുക. സ്ത്രീകൾക്ക് സ്വാഭാവികമായും ചെറിയൊരു ബാഗ് എപ്പോഴും കയ്യിലുണ്ടാവും. പുരുഷന്മാർക്കാണ് അതില്ലാത്ത, പുരുഷന്മാർ വാങ്ങാം. ഇനി സ്ത്രീകൾക്കും അത് വാങ്ങാം. രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാസ്പോർട്ടിന്റെ കോപ്പി വീട്ടിലെടുത്തു വെക്കുക. പാസ്പോർട്ട് നമ്മുടെ വലിയൊരു രേഖയാണ്. പലർക്കും ഹജ്ജിന് വേണ്ടി മാത്രമായിരിക്കും പാസ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പൊ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു വെക്കുക. നമ്മുടെ കൊണ്ടുവരുന്ന ഫോണിലും അത് ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വെക്കുക. അതിനൊക്കെ പുറമെ നമ്മുടെ കുടുംബ ഗ്രൂപ്പിൽ ഓരോരുത്തരുടെയും വീടിൽ നിന്ന് എന്തുണ്ടാവും, മക്കളും മരുമക്കളും ഒക്കെ അടങ്ങുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. അത്തരം കുടുംബ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് വെക്കുകയും ചെയ്യുക. അതുപോലെ പ്രധാന ഫോൺ നമ്പറുകൾ മൊബൈലിൽ പെട്ടെന്ന് കിട്ടുന്ന രൂപത്തിൽ സൂക്ഷിക്കുന്നതോടൊപ്പം അതിനെന്തെങ്കിലുമൊക്കെ പ്രത്യേക പേര് എ എന്നതുകൊണ്ട്, ഉദാഹരണമായിട്ട് ഏറ്റവും അടുത്ത ആളുടെ നമ്പർ, ബി കൊണ്ട് രണ്ടാമത്തെ ആൾ, ഇങ്ങനെ പ്രത്യേക പേര് കൊടുത്ത് പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപത്തിൽ നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കുക. അതോടൊപ്പം നേരത്തെ വാങ്ങിയ നോട്ട് ബുക്കിൽ നമുക്ക് തിരിയുന്ന രൂപത്തിൽ എഴുതി വെക്കുകയും ചെയ്യുക. ഓമനപ്പേരിന് കൂടെ പേരും എഴുതി വെക്കുക. നമ്മുടെ നാടും പഞ്ചായത്തും ഒക്കെ അതും ആ നോട്ട് ബുക്കിൽ എഴുതി വെക്കുന്നത് നല്ലതാണ്. മൊബൈൽ നഷ്ടപ്പെടുകയോ കേടാവുകയോ നമ്മെ തന്നെ കാണാതാവുകയോ നാം അള്ളാഹു കാക്കട്ടെ മരണപ്പെടുകയോ ഒക്കെ ചെയ്താൽ ഈ നോട്ട് ബുക്കും അതിലുള്ള രേഖകളുമൊക്കെ വലിയ ഉപകാരം ചെയ്യും മറ്റുള്ളവർക്ക്. ഉപയോഗിച്ച് പരിചയമുള്ള മൊബൈലാണ് നമ്മൾ കയ്യിൽ കരുതേണ്ടത്. പോരുന്നതിൻ്റെ തലേ ദിവസം ഒരു മൊബൈലൊക്കെ വാങ്ങി അതെങ്ങനെ ഉപയോഗിക്കേണ്ടത് പോലും അറിയാത്ത അവസ്ഥ ഉണ്ടാവരുത്. ഇപ്പൊ പുതിയ മൊബൈൽ വാങ്ങുകയാണെങ്കിൽ അത് ഇപ്പോൾ തന്നെ വാങ്ങുക. എന്നിട്ട് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഒരാളെ നമ്പർ എടുക്കുന്നത് നമ്മൾ പഠിച്ചു വെക്കുക. മൊബൈലിൻ്റെ അത്യാവശ്യ സെറ്റിങ്സ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കുക. ഇവിടെ നമുക്കത് സഹായിച്ചു തരാൻ മക്കളുണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മളൊക്കെ തന്നെ അത്യാവശ്യം ഒരു റീസ്റ്റാർട്ട് ചെയ്യൽ എങ്ങനെയാണ്, ഒരു നമ്പർ എടുക്കൽ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കാം. സിമ്മ് മാറ്റാൻ ആവശ്യമായ പിന്നുകളും മറ്റും നമ്മൾ കരുതുക. മൊബൈലിൻ്റെ ചാർജർ എടുക്കാൻ മറക്കാതിരിക്കുക. അത് നമ്മുടെ ലഗേജ് ബാഗിലല്ല വെക്കേണ്ടത്, നമ്മുടെ കയ്യിലുള്ള ബാഗിലാണ് അത് വെക്കേണ്ടത്. 3 പിൻ മാത്രമേ സൗദിയിൽ ഉപയോഗിക്കാൻ പറ്റൂ. മൊബൈലിൻ്റെ ചാർജർ 2 പിന്നുള്ളതല്ല ഇവിടെ ഉണ്ടാവുക. സൗദി അറേബ്യയിലൊക്കെ 3 പിന്നുള്ളതാണ് ഉണ്ടാവുക. അപ്പം അത്തരം ചാർജർ വാങ്ങുകയോ അല്ലെങ്കിൽ അത്തരം ചാർജറിൻ്റെ കൂടെ വെക്കാൻ പറ്റുന്ന അഡാപ്റ്ററുകൾ കൂടി വാങ്ങുക. USB ചാർജർ ഉപയോഗിച്ച് വിമാനത്തിനും ചാർജ് ചെയ്യാം. അപ്പം അത്തരം ചാർജർ ആയാൽ അത് വേറെയും പല ഗുണങ്ങളും അതുകൊണ്ട് കിട്ടും. അങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റിയ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി മൊബൈലിൽ എപ്പോഴും ഫുൾ ചാർജ് ഉണ്ടായിരിക്കുക. മൊബൈലിൽ കളിക്കാതിരിക്കുക, കളിച്ചാൽ ചാർജ് കുറയും. അപ്പം അത് കഴിയാതെ സൂക്ഷിക്കാം. മൊബൈലിൽ നാട്ടിലെ സിമ്മ് മാറ്റി സൗദി സിം ഇടുകയാണെങ്കിൽ നാട്ടിലെ സിമ്മ് ഭദ്രമായി സൂക്ഷിക്കണം. മൊബൈലിൻ്റെ പാസ്വേഡ് കൂടെയുള്ള 1-2 പേർക്ക് അറിയിച്ചു കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് ഉപകാരപ്പെടും. അല്ലെങ്കിൽ പാസ്വേഡ് ഇല്ലാത്ത രൂപത്തിൽ സെറ്റ് ചെയ്ത് വെക്കുക, പാസ്വേഡിൻ്റെ ആവശ്യമില്ലാത്ത രൂപത്തിൽ.
ഇത്രയും കാര്യങ്ങൾ പോരുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഒന്നാമതായി, നിങ്ങളുടെ വിമാനം പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുമ്പ്, ഓരോ ഹാജിക്കും ടൈം കിട്ടിയിട്ടുണ്ട്, ഇന്ന ദിവസമാണ് നിങ്ങളുടെ വിമാനം. അതിൻ്റെ 24 മണിക്കൂർ മുമ്പ് ഹജ്ജ് ഹൗസിൽ ഹാജരാവാൻ നിങ്ങൾക്ക് നിർദ്ദേശം ലഭിക്കും. അത് കൃത്യമായി പാലിക്കുക. ഒരാഴ്ച മുമ്പേ നമ്മൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളും തീർത്ത് നാം ഫ്രീ ആവണം. നമുക്ക് ബിസി ഇല്ലാതിരിക്കണം, ടെൻഷൻ ഇല്ലാതിരിക്കണം, എങ്കിലേ നമുക്ക് ഇതൊക്കെ ഭംഗിയായി ചെയ്യാൻ കഴിയും. രണ്ടാമതായി, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ദിക്റുകളും മുന്നൊരുക്കങ്ങളും തൗബയും, അതിന് പുറമെ ഹജ്ജ് ഗൈഡിലും ഉംറ ഗൈഡിലുമൊക്കെ അത് ഉണ്ടാവുകയും ചെയ്യും. അവയൊക്കെ കേട്ടും വായിച്ചും മനസ്സിലാക്കുകയും സാധിക്കുന്നത് പോലെ പാലിക്കുകയും ചെയ്യുക. ബിസി ഇല്ലാത്ത ദിവസങ്ങളായിരിക്കണം നാം പോരുന്നതിന് മുന്നേ. ഇഹ്റാമിന്റെ കുളിയോ ഇഹ്റാമാകുന്ന നീയത്തോ വീട്ടിൽ വെച്ച് ചെയ്യേണ്ടതില്ല. കാരണം നമ്മൾ 24 മണിക്കൂർ മുന്നെയാണ് വീട്ടിൽ നിന്ന് ഹജ്ജ് ഹൗസിലേക്ക് പുറപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഇഹ്റാമിന്റെ കുളിയൊന്നും അവിടെ വെച്ച് വീട്ടിൽ വെച്ച് ചെയ്യേണ്ടതില്ല. അവയൊക്കെ ഇഹ്റാമിന്റെ കുളി നീയത്തും ഒക്കെ യാത്ര ഉറപ്പായതിനു ശേഷം ഹജ്ജ് ഹൗസിൽ വെച്ച് മാത്രം ചെയ്താൽ മതി. അപ്പൊ അതിനാവശ്യമായ തോർത്തുമുണ്ട്, സോപ്പ്, തലയിലിടാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണ. ചിലർക്ക് വെളിച്ചെണ്ണ ഇടാതെ കുളിക്കാൻ പറ്റുകയില്ല. സ്ത്രീകൾക്കൊക്കെ എന്തുണ്ടാകും, വെളിച്ചെണ്ണ ഇടാഞ്ഞാൽ മുടി അടങ്ങിയിരിക്കൂല, പാറിക്കൊണ്ടിരിക്കുമ്പം അതിനാവശ്യമായ വെളിച്ചെണ്ണ. വലിയൊരു കുപ്പി വെളിച്ചെണ്ണ കൊണ്ടുവന്നാൽ അത് വിമാനത്തിൽ കയറ്റൂല. ആ ഒരു ദിവസത്തിന് ആവശ്യമായ വെളിച്ചെണ്ണ, ലീക്കാവാത്ത ഉറപ്പുള്ള മൂടിയുള്ള അടപ്പുള്ള ഒരു ചെറിയ ബോട്ടിൽ ഒരാൾക്ക് ആവശ്യമായ അത്യാവശ്യ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ 2-3 ആളുകൾ ഒരുമിച്ച് പോരാ 3 പേർക്ക് ആവശ്യമായ വെളിച്ചെണ്ണ. ഇത്തരം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ബാഗിൽ ഉണ്ടാവണം. അതെന്തൊക്കെ ബ്രഷ് വേണ്ടി, ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് വേണ്ടത് കരുതുക. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ വെച്ച് കുളിച്ചാൽ ആ തോർത്തുമുണ്ട് പിന്നെ നനയും. അപ്പൊ അത് സൂക്ഷിക്കാൻ, ഒരു പക്ഷെ അത് ഉണക്കാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ ആ നനവുള്ള മുണ്ട് സൂക്ഷിക്കാൻ പറ്റിയ പ്ലാസ്റ്റിക്കിന്റെ കീസും കരുതുന്നത് നല്ലതാണ്. സോപ്പ് നനഞ്ഞിട്ടുണ്ടാവാം, പലതും ഉണ്ടാവും നനവുള്ളത്. അത് അതേപോലെ നനവോടുകൂടെ സൂക്ഷിക്കാനും മറ്റുള്ളതിലേക്ക് നനവാവാതിരിക്കാൻ പറ്റുന്ന കീസ് കരുതുന്നത് നല്ലതാണ്. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, എയർപോർട്ടിലെത്തിയാൽ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടി വരിക നിങ്ങളുടെ ലഗേജുകൾ ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കുക എന്നതാണ്. ഈ ലഗേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മക്കത്ത് ആവശ്യമായി വരുന്ന സാധനങ്ങളുടെ പെട്ടി അല്ലെങ്കിൽ ബാഗ് ആണ്. അല്ലാതെ യാത്രയിൽ ആവശ്യമായി വരുന്ന ഇഹ്റാമിന്റെ വസ്ത്രങ്ങളോ മരുന്നോ മറ്റോ അടങ്ങിയ ബാഗല്ല. അവ നിങ്ങളുടെ കയ്യിലുള്ള ബാഗിൽ തന്നെ വെക്കണം. പണം പോലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളും നിങ്ങളുടെ കയ്യിലുള്ള ബാഗിലാണ് വേണ്ടത്. പിന്നെ ഏതാണ് ഇവരെ ഏൽപ്പിക്കേണ്ടത്, അവിടുത്തെ വളണ്ടിയേഴ്സിനെ ഏൽപ്പിക്കേണ്ടത്? മക്കത്ത് വെച്ച് ആവശ്യമാകുന്ന നമ്മുടെ വലിയ പെട്ടി അല്ലെങ്കിൽ വലിയ ബാഗ്, അതാണ് കൊടുക്കേണ്ടത്. വിമാന കമ്പനികളും സൗദി ഗവൺമെന്റും നിരോധിച്ച ഒന്നും നമ്മുടെ ലഗേജിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. ഇതിനാണ് ഞാൻ നമ്മുടെ പെട്ടിയൊക്കെ ശരിയാക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മക്കള്, ജ്യേഷ്ഠാനുജന്മാരൊക്കെ ഈ ക്ലാസ് കേൾക്കണമെന്ന് പറയുന്നത്. കത്രിക, നഖം മുറിക്കുന്ന കട്ടർ, കത്തി, ഷേവിംഗ് മെഷീനുകൾ, കയറ്, പൊട്ടുന്ന കുപ്പി പോലുള്ള സാധനങ്ങളൊന്നും കയ്യിൽ പിടിക്കുന്ന ബാഗിൽ അനുവദിക്കില്ല. അപ്പൊ അതൊക്കെ, കത്രിക വേണ്ടവരുണ്ടാവും, കത്തി വേണ്ടവരുണ്ട്, അതൊക്കെ നമ്മുടെ ലഗേജിന്റെ പെട്ടിയിൽ വെക്കാം. ജിദ്ദയിലേക്ക് എത്തിക്കാൻ എന്ന പേരിൽ പരിചയമില്ലാത്ത ആര് എന്ത് സാധനം തന്നാലും അത് വാങ്ങാതിരിക്കുക. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കാം. അതുപോലെ മൊബൈൽ റീചാർജ് ചെയ്യുന്ന പവർ ബാങ്ക് കയ്യിൽ പിടിക്കുന്ന ബാഗിൽ വെക്കുക. അത് ഉള്ളിൽ വെച്ചാൽ, മറ്റേ ബാഗിൽ വെച്ചാൽ ആ പെട്ടി തുറക്കേണ്ടി വരും. അഥവാ വലിയ ബാഗിൽ വെച്ചാൽ, ലഗേജിന്റെ പെട്ടിയിൽ വെച്ചാൽ അത് അവർ അനുവദിക്കുകയില്ല, അത് തുറക്കേണ്ടി ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പം അങ്ങനെ പവർ ബാഗ് നല്ലതാണ്, അത് കൊണ്ടുവരുന്നത് കയ്യിലുള്ള ബാഗിൽ വെക്കുക. കാരണം പോലീസുകാർക്ക് അത് കാണിച്ചു കൊടുക്കേണ്ടി വരും, അതിനു വേണ്ടിയാണത്. നേരത്തെ പറഞ്ഞ പാസ്പോർട്ടും മറ്റും വെക്കാൻ പറ്റിയ ചെറിയ ബാഗിന് പുറമെ കയ്യിൽ പിടിക്കുന്ന ബാഗ് ഒന്ന് മാത്രമാക്കുക. അപ്പം ഒരു 7 കിലോ ഉള്ള ബാഗും ഒരു ചെറിയ ബാഗും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, മൊബൈൽ, പാസ്പോർട്ട് പോലുള്ള അത്യാവശ്യ സാധനങ്ങൾ വെക്കാനുള്ള ഒരു ചെറിയ ബാഗ്. ആ ചെറിയ ബാഗ് അഥവാ ഈ 7 കിലോ സാധനം വെക്കാൻ പറ്റുന്ന ബാഗ് ചക്രങ്ങളുള്ള
ബാഗ് ആയാൽ വളരെ സുഖമായി. അതും കഴിയുന്നത്ര തൂക്കം കുറഞ്ഞതുമാക്കുക. അഥവാ സാധനങ്ങൾ വെക്കാതെ തന്നെ ചില പെട്ടികൾ എന്തുണ്ടാവും, 3-4 കിലോ ഉണ്ടാവും. അപ്പൊ പിന്നെ അതിൽ സാധനം വെക്കാൻ കഴിയൂല. അതില്ലാതെ കുറച്ച് വിലപിടിപ്പുള്ള നല്ല കമ്പനികളുടെ സാധനം പെട്ടി വാങ്ങിയാൽ, ഈ ട്രോളി ബാഗ് വാങ്ങിയാൽ അത് കനം കുറവായിരിക്കും, എന്നാൽ അതിന് സാധനങ്ങൾ വെക്കാൻ സാധിക്കുകയും ചെയ്യും. അതിന് ചക്രവും ഉണ്ടാവും. അപ്പൊ നമുക്കത് ഉരുട്ടി നടക്കാൻ വലിയ ആശ്വാസമാണ്. അത് പേറി നടക്കാൻ, തൂക്കിപ്പിടിച്ച് നടക്കാൻ എന്ന് പറയുന്ന പല ഹാജിമാരോടും സാധിക്കാത്തതാണ്. ഈ ചക്രങ്ങൾ ഉണ്ടായാൽ സുഖമായി അത് വലിച്ചു നടക്കാം. 7 കിലോയിലധികം കയ്യിൽ പിടിക്കാൻ അനുവദിക്കില്ലെന്നും നമ്മൾ മനസ്സിലാക്കണം. 7 കിലോയിൽ കൂടുതൽ ഉണ്ടായാൽ ഒരു പക്ഷേ ആ ബാഗ് തന്നെ വിമാന അധികൃതർ എന്ത് ചെയ്യും, ലഗേജിലേക്ക് മാറ്റും. അങ്ങനെ മാറ്റിയാൽ പിന്നീട് ആ ബാഗ് ജിദ്ദയിലെത്തിയിട്ടേ തിരിച്ചു ലഭിക്കൂ. ഇഹ്റാം വസ്ത്രം, മരുന്നുകൾ പോലുള്ള നമുക്ക് യാത്രയിൽ ആവശ്യമായ സാധനങ്ങളൊക്കെ അതിൽ പെട്ടുപോകും, നാം കുടുങ്ങിപ്പോകും. അപ്പം അത് നല്ലവണ്ണം ശ്രദ്ധിക്കുക. 7 കിലോയിലധികം ഉണ്ടാവരുത്. ഒരു 6.5 കിലോ ഒക്കെയാണ് നല്ലത്. കാരണം നമ്മുടെ ഈ ചെറിയ മറ്റേ ബാഗ് ഉണ്ടല്ലോ, മൊബൈലിൽ നിന്നൊക്കെ വെക്കാൻ പറ്റുന്ന ആ ബാഗും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ 7 കിലോ ഉള്ള ബാഗിലേക്ക് ഇത് വെച്ചിട്ട് അടച്ചാലും അത് 7 കിലോയിലധികം ഉണ്ടാവരുത്. ആ രൂപത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ലഗേജിലിടുന്ന ബാഗുകളുടെ നിറം, തിരിച്ചറിയാനുള്ള അടയാളം എന്നിവയെല്ലാം ഓരോ ഹാജിക്കും ഓർമ്മയുണ്ടാവണം. എല്ലാവരുടെയും ബാഗ് ഒരു പക്ഷെ ഒരേ കളറായിരിക്കും. നമ്മുടെ ബാഗ് ഏതാണെന്ന് നമുക്ക് തിരിയുന്ന അടയാളങ്ങൾ ഇടുക. അത് എന്തുമാവാം, വല്ലതും അത് തുന്നിപ്പിടിക്കലാവാം, മാഞ്ഞു പോവാത്ത പേന കൊണ്ട് എഴുതലാവാം. പോരുന്ന ഹാജിക്ക് തിരിയുന്ന രൂപത്തിലാവണം. സാധാരണഗതിയിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹജ്ജിന് പോരുന്നവരുടെ ബാഗും പെട്ടിയുമൊക്കെ അടക്കി വെക്കുന്നതും പാക്ക് ചെയ്യുന്നതും കെട്ടുന്നതുമൊക്കെ ആരായിരിക്കും? ഹാജി ആയിരിക്കൂല. മറിച്ച് ഹാജിയുടെ മക്കളോ അയൽവാസികളോ ജ്യേഷ്ഠാനുജന്മാരോ ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ജിദ്ദയിലെത്തുമ്പോൾ നമ്മുടെ ബാഗ് ഏതാണ് എന്ന് തിരിച്ചറിയാത്ത അവസ്ഥ വരും. അപ്പം അത് ഒഴിവാക്കാനാണ് നമ്മുടെ പെട്ടിയുടെ അടയാളവും നിറവും അതിലെഴുതിയ പേരുമൊക്കെ ഈ പോരുന്ന ഹാജി തന്നെ മനസ്സിലാക്കി വെക്കണം എന്ന് പറയുന്നത്. മരുന്നുകൾ കയ്യിൽ പിടിക്കുന്ന ബാഗിൽ തന്നെ കരുതണം. ആവശ്യത്തിലും അല്പം അധികം കരുതുക. ഒരു ദിവസം 24 മണിക്കൂറല്ലേ ഉണ്ടാവൂ, എന്നാലും 2-3 ദിവസത്തിലുള്ള മരുന്ന് നമ്മുടെ കയ്യിൽ പിടിക്കുന്ന ബാഗിൽ കരുതുക. കാരണം എന്താ, ചിലപ്പോൾ ജിദ്ദയിലെത്തി നമ്മുടെ മറ്റേ പെട്ടി എത്താൻ വൈകിയേക്കാം. ബിൽഡിംഗ് മാറി വേറെ ഏതെങ്കിലും ബിൽഡിങ്ങിൽ അവർ കൊണ്ടുപോയി ഇറക്കിയേക്കാം. നമ്മുടെ മരുന്നിൻ്റെ പെട്ടി അവിടെ പെട്ടുപോയാൽ നമുക്ക് മരുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു 3-4 ദിവസത്തിനുള്ള മരുന്ന് നമ്മുടെ എല്ലാ ബാഗിലും വെക്കുക. ചെറിയ ബാഗിലും വെക്കുക, അതിൻ്റെ വലിയ ബാഗിലും വെക്കുക, ലഗേജിൻ്റെ പെട്ടിയിലും ഒക്കെ വെക്കുക. തലവേദന, പനി, വാഹനത്തിൽ കയറിയാൽ അല്ലെങ്കിൽ വിമാനത്തിൽ കയറിയാൽ ഛർദി തുടങ്ങിയവയ്ക്കൊക്കെയുള്ള മരുന്നും കയ്യിൽ കരുതണം. ഛർദി ഉള്ളവർ കീസും കരുതുന്നത് നല്ലതാണ്. അതോടൊപ്പം സ്ഥിരമായി വല്ല അസ്വസ്ഥതകളും ഉണ്ടാവുന്നവർ, അങ്ങനെ ഉണ്ടാവും, കുറച്ച് യാത്ര ചെയ്യുമ്പോഴേക്ക് ക്ഷീണിച്ച് കുഴഞ്ഞു വീഴുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർ എന്ത് ചെയ്യുക, അങ്ങനെ എനിക്ക് വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നും കയ്യിലുള്ള ഏത് മരുന്നാണ് അപ്പോൾ കുടിക്കേണ്ടത് എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ കൂടെയുള്ളവർ അറിയിക്കുക. അതൊന്നും നമ്മൾ മിണ്ടാതെ നിൽക്കല്ലേ വേണ്ടത്. കൂടെയുള്ളവരോട് പറയാം, എനിക്ക് ഇങ്ങനെയൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഉണ്ടായാൽ നിങ്ങൾ എൻ്റെ ഈ മരുന്നെടുത്താണ് എനിക്ക് തരേണ്ടത് എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു കാരണവശാലും മരുന്നുകൾ മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൃത്യമായി മരുന്ന് കൊടുക്കാൻ നിർദ്ദേശവരുണ്ടാവും, അവരത് മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ആർത്തവ നിയന്ത്രണത്തിനുള്ള ഗുളിക കഴിക്കുന്ന നമ്മുടെ സഹോദരിമാർ അതിൻ്റെ സമയം തെറ്റിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം അത് പരസ്പരം ഓർമ്മിപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ മരുന്ന് കുടിച്ചോ എന്ന് ഒരു മറ്റേ സഹോദരി ചോദിക്കുക. മൊബൈലിൽ അലാരമോ റിമൈൻഡറുകളോ ഒക്കെ വെക്കുകയും ആവാം. എന്തായാലും മരുന്ന് കുടിക്കുന്ന സമയം പിഴക്കരുത്. അതിനാണ് മരുന്ന് ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ പിടിക്കുന്ന ബാഗിൽ 2-3 അറകളിലൊക്കെ അത് സൂക്ഷിച്ചു വെക്കുക. അത്യാവശ്യങ്ങൾക്ക് ഡോക്ടറെ കാണിക്കേണ്ടി വന്നാൽ നാം സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ ഡോക്ടറെ അറിയിക്കാൻ മറക്കരുത്. അതിന് പറ്റുന്ന രൂപത്തിൽ അവയുടെയൊക്കെ ഫോട്ടോ ക്ലിയറായി മൊബൈലിൽ സൂക്ഷിക്കുക. ഒരു ഡോക്ടറെ കാണിക്കേണ്ടി വന്നാൽ കൂടെയുള്ളവർക്ക് ഈ ഹാജി കുടിക്കുന്ന മരുന്ന് ഇതൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയണം. കാര്യമായ വല്ല രോഗങ്ങളും ഉള്ളവർ, അള്ളാഹു കാക്കട്ടെ, സലാമത്ത് നൽകട്ടെ, ഓപ്പറേഷൻ കഴിഞ്ഞവർ, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ രോഗമുള്ളവർ, അറ്റാക്ക് സംബന്ധമായ രോഗമുള്ളവർ, അക്കാര്യം കൂടെയുള്ളവരെയും വളണ്ടിയറെയും അറിയിക്കണം.
രോഗ റിപ്പോർട്ടുകളും മറ്റുമൊക്കെ കയ്യിൽ കരുതുകയും അല്ലെങ്കിൽ മൊബൈലിൽ കരുതുകയും വേണം. നാലാമതായി, അങ്ങനെ എയർപോർട്ട് പരിസരത്ത് എത്തിയാൽ അവിടെയുള്ള വളണ്ടിയർമാര് നിങ്ങളെ ഹജ്ജ് ഹൗസിലേക്ക് കൊണ്ടുവരും. അവിടെ നിങ്ങൾക്ക് കുളിക്കാനും, എയർപോർട്ടല്ല ഹജ്ജ് ഹൗസാണ്, ഹജ്ജ് ഹൗസ് പുറത്താ. ആ ഹജ്ജ് ഹൗസിൽ നിങ്ങൾക്ക് കുളിക്കാനും ഡ്രസ്സ് മാറാനും ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും നിസ്കരിക്കാനും ഒക്കെയുള്ള വിശാലമായ സൗകര്യങ്ങളുണ്ട്. 500ഓളം പേർക്ക് ഒരുമിച്ച് നിസ്കരിക്കാനുള്ള സൗകര്യം ഹജ്ജ് ഹൗസിലുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേറെ വേറെ സൗകര്യങ്ങളുണ്ട്. അവിടെയുള്ള വളണ്ടിയർമാർ പറയുന്നത് അനുസരിച്ച് ഓരോ കാര്യങ്ങളും കൃത്യമായി ചെയ്യുക. നിങ്ങളുടെ ദുആ മാത്രം കാംക്ഷിച്ച് ഒരു പ്രതിഫലവും പറ്റാതെ ഫ്രീ ആയി സേവനം ചെയ്യുന്നവരാണ് അവരെന്ന് ഓർക്കുക. അവർക്ക് നന്ദി പറയാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും നാം മറന്നു പോകരുത്. അതുപോലെ കൂടെയുള്ള പ്രായം ചെന്ന ഹാജിമാര്, അതുപോലെ അസുഖമുള്ളവര്, സ്ത്രീകള് തുടങ്ങിയവർക്കൊക്കെ സേവനം ചെയ്യാൻ നാമും തയ്യാറാവുക. നാം ഹാജിയാണ്, അതോടൊപ്പം സേവനവും ചെയ്യുക. വലിയ പുണ്യമുള്ള കാര്യമാണ്. നല്ല നിയ്യത്തോടെ അത്തരം സേവനങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അതിഥികളെ സേവിക്കലാണ്. പുരുഷന്മാർക്ക് സേവനം ചെയ്യാം, സ്ത്രീകളായ ഹാജിമാർക്ക് സേവനം ചെയ്യാം. അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ വെച്ച് നിങ്ങൾക്കുള്ള ഹാജിയാണെന്ന് അറിയിക്കുന്ന വള, കൈമലിടുന്ന ഒരു തരം പ്രത്യേക വള, ID കാർഡ്, മെഡിക്കൽ കാർഡ് തുടങ്ങി നിങ്ങൾക്ക് യാത്രയിൽ ആവശ്യമായ രേഖകളൊക്കെ അവർ നൽകും. അവയെല്ലാം കഴുത്തിൽ ധരിക്കേണ്ടവ കഴുത്തിൽ ധരിക്കുകയും കയ്യിലിടേണ്ട വള കയ്യിലിടുകയും സൂക്ഷിക്കേണ്ടവ ഭദ്രമായി സൂക്ഷിക്കുകയും വേണം. ഭാര്യ തൻ്റെ രേഖകൾ സൂക്ഷിക്കാൻ കൂടെയുള്ള ഭർത്താവിനെയോ മകൾ തൻ്റെ രേഖ സൂക്ഷിക്കാൻ കൂടെയുള്ള പിതാവിനെയോ ഏൽപ്പിക്കാതെ നമ്മുടെ പ്രധാന രേഖകൾ നമ്മുടെ കയ്യിൽ തന്നെ എപ്പോഴും ഉണ്ടാവണം. ആറാമതായി, അത്യാവശ്യ രേഖയുടെ ഫോട്ടോകൾ മൊബൈലിൽ എടുത്തു വെക്കുക. ഇങ്ങനെ കിട്ടുന്ന ഈ കാർഡുകളൊക്കെ അതിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ നമ്മൾ എടുത്തു വെക്കുക. പ്രത്യേകിച്ച് ബോർഡിംഗ് പാസ്, ID കാർഡ്, പാസ്പോർട്ടിലെ പ്രധാന പേജുകൾ എന്നിവയെല്ലാം ഫോട്ടോ എടുത്തു വെക്കണം. എടുക്കാൻ അറിയാത്തവർ അത് കൂടെയുള്ളവരോട് ചെയ്യിപ്പിക്കുകയോ വേണം. ചിലപ്പോൾ ജിദ്ദയിലേക്ക് വരാനും പിന്നീട് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകാനുമുള്ള 2 ബോർഡിംഗ് പാസുകൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കിട്ടിയാൽ അതിൽ നാട്ടിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള ബോർഡിംഗ് പാസ് പാസ്പോർട്ടിൻ്റെ കൂടെ നമ്മുടെ കയ്യിൽ വെക്കുകയും മറ്റേത്, അഥവാ ജിദ്ദയിൽ നിന്ന് ഹജ്ജൊക്കെ കഴിഞ്ഞ് ജിദ്ദയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ബോർഡിംഗ് പാസ് ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്യുക. എല്ലാറ്റിൻ്റെയും ഫോട്ടോ എടുത്ത് വെക്കുന്നത് വല്ലതും നഷ്ടപ്പെടുമ്പോൾ വലിയ ഉപകാരം ചെയ്യും. ഏഴാമതായി ശ്രദ്ധിക്കേണ്ടത്, വളണ്ടിയർമാർ നമ്മോട് ഉറങ്ങാനും വിശ്രമിക്കാനും പറയുന്ന സമയത്ത് നിർബന്ധമായും അത് ചെയ്യുക. വീട്ടിലെ ഉറങ്ങാനുള്ള ഷർത്തുകളും ഫർളുകളും ഒഴിവാക്കി കിട്ടിയ സൗകര്യത്തിൽ നന്നായി ഉറങ്ങാം. കാരണം നമുക്ക് മുമ്പിലുള്ളത് എത്രയോ മണിക്കൂറുകളുടെ നീണ്ട യാത്രയാണ് എന്ന് നമുക്ക് ഓർക്കുക. നന്നായി ഉറങ്ങാതിരുന്നാൽ യാത്ര വലിയ ബുദ്ധിമുട്ടായി മാറും. ക്ഷീണവും അസുഖങ്ങളും വരും. സ്ത്രീകൾക്ക് സമയം തെറ്റി ബ്ലീഡിങ് വരും. വിശുദ്ധ മക്കയിലെത്തിയാൽ തവാഫും സയും ചെയ്യാൻ പ്രയാസം നേരിടും. അത് ഉറക്കം തൂങ്ങിക്കൊണ്ടാവും, അതിനൊരു ഉന്മേഷം ഉണ്ടാവുകയില്ല. അതിനാൽ കിട്ടിയ സൗകര്യത്തിൽ നന്നായി ഉറങ്ങുക. ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തുന്ന സംസാരവും ഫോൺ വിളിയും ഒക്കെ എല്ലാവരും ഉപേക്ഷിക്കുക. നമ്മുടെ സഹോദരിമാർക്കൊക്കെ വലിയ ശബ്ദത്തിൽ ഫോൺ ചെയ്ത് പരിചയമുള്ളവരായിരിക്കും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവർ ഉറങ്ങുന്നുണ്ട്, അവർക്ക് ബുദ്ധിമുട്ട് വരുത്താതെ സൂക്ഷിക്കുക. എട്ടാമതായി, ബന്ധപ്പെട്ടവരുടെ നിർദ്ദേശമനുസരിച്ച്, വളണ്ടിയർമാരുടെയും അവിടെയുള്ള നമ്മുടെ വളണ്ടിയർമാരുടെയും ഒക്കെ നിർദ്ദേശമനുസരിച്ച് ഇഹ്റാമിൻ്റെ സുന്നത്തായ കുളി കുളിച്ച്, അതിൻ്റെ സമയം അവർ പറഞ്ഞു തരും, ആ സമയത്ത് പോയി ഇഹ്റാമിൻ്റെ സുന്നത്തായ കുളി കുളിച്ച് വസ്ത്രം മാറി ഇഹ്റാമിൻ്റെ സുന്നത്തായ 2 റക്അത്ത് നിസ്കരിച്ച് നിയ്യത്ത് വെക്കുക. ഇവിടെ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, ദുൽഹജ്ജ് മാസം പിറക്കുന്നതിന് മുന്നേ പോരുന്നവരൊക്കെ, അഥവാ ദുൽഖഅദ് മാസത്തിൽ പോരുന്നവരൊക്കെ ഉംറയുടെ നിയ്യത്താണ് വെക്കേണ്ടത്. എങ്ങനെ? ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കുക. ദുൽഖഅദ് മാസത്തിൽ പോരുന്നവരൊക്കെ ഉംറക്ക് ഇഹ്റാം ചെയ്താണ് പോരേണ്ടത്, അല്ലാതെ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് പോരരുത്. കാരണം ഹജ്ജ് കർമ്മം തുടങ്ങുക തന്നെ ദുൽഹജ്ജ് 8 മുതൽക്കാണ്. അത്രയും ദിവസങ്ങൾ ഹജ്ജിന്റെ ഇഹ്റാമിലായി കഴിച്ചു കൂട്ടാൻ വളരെ പ്രയാസപ്പെടും. എന്നല്ല, ദുൽഹജ്ജ് മാസം പിറന്ന്
ഒന്നിനോ രണ്ടിനോ പോരുന്നവർക്ക് പോലും ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് പോരുന്നതാണ് കൂടുതൽ സൗകര്യം. അതേസമയം ഇഹ്റാമിലായി 10-12 ദിവസം ഇഹ്റാമിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് കഴിയാൻ സാധിക്കുന്ന ദുൽഹജ്ജ് പിറന്നതിന് ശേഷം പോരുന്നവർക്ക്, ദുൽഖഅദിൽ പോരുന്നവർക്കല്ല, ദുൽഹജ്ജ് പിറന്നതിന് ശേഷം പോരുന്നവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഹജ്ജിന് ഇഹ്റാം ചെയ്ത് പോരാവുന്നതാണ്. ദുൽഹജ്ജ് 2-ന് ശേഷമൊക്കെ പോരുന്നവർക്ക്, അങ്ങനൊക്കെ ഡേറ്റ് കിട്ടിയേക്കാം. ദുൽഹജ്ജ് 2-ന് ശേഷം പോരുന്നവർക്ക് ഹജ്ജിന് ഇഹ്റാം ചെയ്ത് പോരലാണ് നല്ലത്. കാരണം എന്താ എന്നാൽ അറവൊന്നും കൂടാതെ ഇഫ്രാദായ ഏറ്റവും പുണ്യമുള്ള ശ്രേഷ്ഠമായ ഹജ്ജ് ചെയ്യാൻ കഴിയും അവർക്ക്. അഥവാ നാട്ടിൽ നിന്ന് തന്നെ ദുൽഹജ്ജ് പിറന്നതിന് ശേഷം ഹജ്ജിന് ഇഹ്റാം ചെയ്ത് പോരുന്നവർക്ക് മക്കത്തെത്തിയാൽ അവർ ഉംറ ചെയ്യാൻ പാടില്ല. മക്കത്ത് എല്ലാതരം ആളുകളുണ്ട്. ഉംറ ചെയ്യുന്നവരെ കാണാം, വെറുതെ തവാഫ് ചെയ്യുന്നവരെ കാണാം, വെറുതെ ചെയ്യുന്നവരൊക്കെ കാണാം. നമ്മൾ എന്തിനാണ് നിയ്യത്ത് വെച്ചതെന്ന ബോധം നമുക്ക് വേണം. ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ദുൽഹജ്ജ് പിറന്നതിന് ശേഷം നാട്ടിൽ നിന്ന് പോരാൻ അനുമതി കിട്ടി ഹജ്ജിന് ഇഹ്റാം ചെയ്ത് പോരുന്നവർ എന്ത് ചെയ്യാൻ പാടില്ല? ഇവിടെ വന്നാൽ ഉംറ ചെയ്യാൻ പാടില്ല. അവർ ഉംറക്കല്ല ഇഹ്റാം ചെയ്തത്. പിന്നെ അവരെന്ത് ചെയ്യും? ഒന്ന് വിശ്രമിച്ച് നല്ല ഒഴിവൊക്കെ ഉള്ള സമയത്ത്, മക്കത്ത് കുറച്ചൊക്കെ ഒഴിവുള്ള സമയത്ത് മക്കത്ത് പോയി പരിശുദ്ധ ഹജ്ജിന്റെ സുന്നത്തായ ഖുദൂമിന്റെ തവാഫ്, ഏത് തവാഫ്? സുന്നത്തായ ഖുദൂമിന്റെ തവാഫും അതിനുശേഷം ഹജ്ജിന്റെ ഫർളായ സഅയും ചെയ്യാവുന്നതാണ്. ഒക്കെ നിയ്യത്ത് വേണം. ഖുദൂമിന്റെ തവാഫിന്റെ നിയ്യത്തൊക്കെ സുന്നത്താണ്, സഅയിനൊക്കെ നിയ്യത്തൊക്കെ സുന്നത്താണ്. അങ്ങനെ നിയ്യത്ത് വെച്ച് എന്ത് ചെയ്യുക? ഖുദൂമിന്റെ തവാഫ് ചെയ്യുക, പിന്നെ സഅയ് ചെയ്യുക എന്നല്ല. അങ്ങനെ ഖുദൂമിന്റെ തവാഫ് ചെയ്തതിന് ശേഷം സഅയ് ചെയ്യലാണ് അഫ്ളലായ രൂപം, അഥവാ ശ്രേഷ്ഠമായ രൂപം. അങ്ങനെയാണ് തിരുനബി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ ചെയ്തതും. പക്ഷേ ഫർളായ ഹജ്ജിന്റെ അല്ലെങ്കിൽ ഹജ്ജിന്റെ ഫർളായ സഅയാണ് നാം ഹജ്ജിന്റെ സുന്നത്തായ ഖുദൂമിന്റെ തവാഫിന് ശേഷം ചെയ്യുന്നത് എന്ന ബോധം വേണം. അതിനാൽ തവാഫിൽ അപാകതകൾ വരരുത്. പ്രത്യേകിച്ച് തവാഫിന്റെ 8ഓളം ഷർത്തുകൾക്ക് ഭംഗം വരരുത്. തവാഫ് ശരിയായാൽ മാത്രമേ സഅയ് പരിഗണിക്കൂ. അതുപോലെ ഖുദൂമിന്റെ തവാഫിന് ശേഷം ഹജ്ജിന്റെ സഅയ് ചെയ്താൽ അതിനുശേഷം മുടി മുറിക്കാൻ പാടില്ല. എങ്ങനെ? ഖുദൂമിന്റെ തവാഫിന് ശേഷം ഹജ്ജിന്റെ ഫർളായ സഅയ് ചെയ്താൽ മുടി മുറിക്കാൻ പാടില്ല. മുടി മുറിക്കുന്ന സ്ഥലമായ മറുവയിൽ, സഅയ് ചെയ്ത് അവസാനിക്കുന്ന മറുവയിൽ മുടി മുറിക്കുന്നവരെ നമ്മൾ കണ്ടേക്കാം. അതെന്തല്ല? ഖുദൂമിന്റെ തവാഫിന് ശേഷം ഹജ്ജിന്റെ സഅയ് ചെയ്തവരല്ല. മറിച്ചവരാരാ? ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് വന്ന് ഉംറയുടെ ഇഹ്റാം ചെയ്ത് ഉംറയുടെ സഅയ് ചെയ്ത് ഉംറയിൽ നിന്ന് തഹല്ലുലാവുന്നവരാണ് അത്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ ദുൽഖഅദ് മാസത്തിൽ പോരുന്നവർ, എങ്ങനെ? ദുൽഖഅദ് മാസത്തിലെ ഏത് ദിവസം പോരുന്നവരാണെങ്കിലും അവർ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്താണ് പോരേണ്ടത്. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ ദുൽഖഅദ് മാസത്തിൽ പോരുന്നവർ ഉംറയുടെ നിയ്യത്ത് മാത്രം സൂക്ഷിച്ചു വെച്ചാൽ മതി. ദുൽഹജ്ജ് മാസം പിറന്നതിന് ശേഷം ഡേറ്റ് കിട്ടിയവർ അവരുടെ സൗകര്യം അവർക്ക് സാധിക്കുമെങ്കിൽ ഹജ്ജാണ് ചെയ്യുന്നതെങ്കിൽ, ഹജ്ജിന്റെ ഇഹ്റാമാണ് ചെയ്യുന്നതെങ്കിൽ അവർ ഹജ്ജിന്റെ ഇഹ്റാമിന് മാത്രം സൂക്ഷിച്ചു വെച്ചാൽ മതി. 9ാമതായി, ഇങ്ങനെ നമ്മൾ നിയ്യത്ത് ചെയ്താൽ ഉംറക്ക് ഇഹ്റാം ചെയ്യുന്നവരാവട്ടെ, ഇഫ്രാദായി ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നവരാവട്ടെ, അങ്ങനെ നിയ്യത്ത് ചെയ്താൽ പിന്നെ നമ്മുടെ നാവിനെയും കണ്ണിനെയും ഒക്കെ നന്നായി നാം സൂക്ഷിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞു, ആദ്യം ഉംറ ചെയ്യുന്നവർ, അതിൻ്റെ പേരാണ് മുമ്പ് ക്ലാസ്സിൽ പഠിച്ച തമത്തുആയ രൂപം. നാട്ടിൽ നിന്ന് തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് വരുന്നവരുടെ ഇഹ്റാമിന്റെ പേരാണ് ഇഫ്രാദ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആവട്ടെ, ഈ ഏത് നിയ്യത്ത് വെച്ചാലും നമ്മൾ നമ്മുടെ നാവിനെയും കണ്ണിനെയും ഒക്കെ നന്നായി സൂക്ഷിക്കണം. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് എന്ന ആയത്ത് കാണാതെ എല്ലാവരും പഠിച്ചു വെക്കുക. അല്ല, അത് നമ്മുടെ മനസ്സിൽ ഒട്ടിച്ചു വെക്കുക. മനസ്സിൽ ഈ ആയത്ത് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക. എപ്പോഴും നമുക്കത് ഓർമ്മ വേണം. എന്താ? ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ ഫലാ റഫസ, ലൈംഗിക ചുവയുള്ള സംസാരമോ മറ്റോ പാടില്ല. സ്വന്തം ഭാര്യയോടോ സ്വന്തം ഭർത്താവിനോടോ പോലും അത്തരം സംസാരങ്ങൾ പാടില്ല. അന്യൻ പുരുഷനോടോ അന്യ സ്ത്രീയോടോ അല്ല.
സ്വന്തം ഭാര്യയോട് പോലും സ്വന്തം ഭർത്താവിനോട് പോലും ലൈംഗിക ചുവയുള്ള ഒരു സംസാരവും സംസാരിക്കാൻ ഹജ്ജിൽ പാടില്ല. വലാ ഫുസൂക്ക, കുറ്റകരമായ പാപവൃത്തികളും പാടില്ല. ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ എപ്പോഴും ഹറാമാണ്. ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ പ്രത്യേകം പാടില്ലാത്ത കാര്യമാണ് ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, ഗ്രൂപ്പ് ലീഡർമാരെയോ നേതാക്കളെയോ അല്ലെങ്കിൽ ഹജ്ജ് ഹൗസിലുള്ളവരെയോ ഒക്കെ കുറ്റം പറയുക. ഇതൊന്നും പാടില്ല. വിമാനത്തിലുള്ളവരെ ചീത്ത പറയാ, ഒന്നും പാടില്ല. മൂന്നാമതായി വലാ ജിദാല ഫിൽ ഹജ്ജ്, പരസ്പരം വാക്കേറ്റങ്ങളും തർക്കങ്ങളും ഇഹ്റാമിലായിരിക്കെ പാടില്ല. അല്ലാത്തപ്പോഴും പാടില്ല, ഇഹ്റാമിലായിരിക്കെ തീരെ പാടില്ല. അപ്പം ഇത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. തർക്കങ്ങൾക്കും കയർത്ത് സംസാരിക്കേണ്ടി വരുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ നാം മാറി നിൽക്കുകയാണ് വേണ്ടത്. അനങ്ങിയാൽ ദേഷ്യം പിടിക്കുന്നവരൊക്കെ അതിനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കുക. ഭാര്യമാരോടോ മക്കളോടോ ഒന്നും കയർത്ത് സംസാരിക്കാതിരിക്കുക. ആ ദുസ്വഭാവങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ വെച്ച് പോരുക. അങ്ങനൊക്കെ ഉള്ളവർ അനങ്ങിയ ദേഷ്യം പിടിക്കുന്ന ഉപ്പമാരുണ്ടാവും, അനങ്ങിയ ദേഷ്യം പിടിക്കുന്ന ഉമ്മമാരുണ്ട്. അവരൊക്കെ അവരുടെ ആ സ്വഭാവങ്ങളൊക്കെ നാട്ടിൽ വെച്ച് പോരുക. ഓർക്കുക, ഒരു വിമാനത്തിൽ 100 കണക്കിന് യാത്രക്കാരുണ്ടാവും. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. എല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുക. തൽബിയത്തിലും സ്വലാത്തിലും മുഴുകുക. കഥ പറയലും ഫോൺ വിളിയും ഒക്കെ കുറയ്ക്കുക. ഫോൺ ചാർജ് തീരാതെ ശ്രദ്ധിക്കുകയും വേണം. 10ാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഹജ്ജ് ഹൗസിൽ കഴിയുമ്പോഴുള്ള ഫർളായ നിസ്കാരങ്ങൾ ജമ്മും കസുറും ആക്കാൻ പറ്റുന്നവ അങ്ങനെ ചെയ്യുക. സ്ത്രീകൾ പ്രത്യേകിച്ചും. കാരണം വുളു ഉണ്ടാക്കാനും നിസ്കരിക്കാനുള്ള വസ്ത്രങ്ങൾ മാറ്റുന്നതിൻ്റെയും ഒക്കെ പ്രയാസങ്ങൾ കുറക്കാൻ അത് സഹായകമാകും. അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ വളണ്ടിയർമാരുടെ നിർദ്ദേശപ്രകാരം വിമാനത്തിലേക്ക് പോവുക. 11ാമതായി വിമാനത്തിലെത്തിയാൽ നാം നന്നായി ഉറങ്ങുക. ഉറങ്ങാത്ത സമയങ്ങളിൽ തൽബിയത്തും സ്വലാത്തും ചൊല്ലിക്കൊണ്ടിരിക്കുക. കിട്ടുന്ന ഭക്ഷണം എന്തായാലും അത് കഴിക്കുക. വെജിറ്റബിൾ ഉണ്ടെങ്കിൽ അത് വാങ്ങി കഴിക്കുക. അതുപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. വിമാനത്തിലും ഹജ്ജ് ഹൗസിലും തുടർന്നുള്ള യാത്രകളിലും ഒക്കെയും സ്ത്രീകൾ പ്രത്യേകം അവരുടെ ശബ്ദങ്ങളെ നിയന്ത്രിക്കണം. കല്യാണ വീട്ടിലെ പോലെ ആവരുത്. നമ്മുടെ കർമ്മത്തിൻ്റെയും നാം ചെയ്ത ഇഹ്റാമിൻ്റെയും അന്തസത്ത കാത്തു സൂക്ഷിക്കണം. ജിദ്ദയിലെത്തിയാൽ, അങ്ങനെ നമ്മൾ യാത്ര ഒക്കെ കഴിഞ്ഞ് ജിദ്ദയിലെത്തി, അവിടെയും ജിദ്ദ എയർപോർട്ടിലെ ഹജ്ജ് ഹൗസിലായിരിക്കും നിങ്ങൾ എത്തുക. വെള്ളം, ജ്യൂസ്, ലഘുഭക്ഷണം എല്ലാം അവിടെ കിട്ടും. അവ എന്താണോ കിട്ടുന്നത് കഴിക്കുക. നമുക്ക് നാട്ടിൽ നിന്ന് കാണുക പോലും ചെയ്യാത്ത പരിചയമില്ലാത്ത ഭക്ഷണമായിരിക്കും, എന്നാലും കഴിക്കുക. കഞ്ഞിയും നാട്ടിലെ ചോറും കറിയും കിട്ടണമെന്ന വാശിയൊക്കെ നമ്മൾ ഒഴിവാക്കുക. 13ാമതായി അവിടെയും അഥവാ ജിദ്ദയിലെ ഹജ്ജ് ഹൗസിലും ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. പക്ഷേ കോഴിക്കോട്ടെ ഹജ്ജ് ഹൗസ് പോലെ നാം മാത്രമല്ല ജിദ്ദയിലെ ഹജ്ജ് ഹൗസിൽ ഉണ്ടാവുക. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹാജിമാരുണ്ടാകും. അതിനാൽ തിരക്കുമുണ്ടാകും. ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി മൂത്രമൊഴിക്കുകയും വുളു ഉണ്ടാക്കുകയും ചെയ്യുക. നിസ്കാരം ആക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് അതാണ്. കോഴിക്കോട് വെച്ച് നിസ്കരിക്കാൻ കഴിയുന്നതൊക്കെ അവിടെ വെച്ച് നിസ്കരിക്കലാണ് ജിദ്ദയിലേക്ക് പിന്തിച്ച് ജമ്മാക്കി നിസ്കരിക്കുന്നതിനേക്കാളും സൗകര്യമെന്ന് ഓർക്കുക. അതുപോലെ ജിദ്ദ ഹജ്ജ് ഹൗസിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ടെലിഫോൺ സിമ്മ് വിൽക്കുന്ന അഥവാ മൊബൈൽ സിമ്മ് വിൽക്കുന്ന ഒരു പട നിങ്ങളെ വലയം ചെയ്തേക്കാം. പല സൗദികളും വന്നിട്ട് എന്ത് ചെയ്യും, ടെലിഫോൺ സിമ്മ് വേണമോ എന്ന് ചോദിക്കും. പലതരം കമ്പനികളുടെയും. അവർക്ക് നമ്മുടെ പാസ്പോർട്ട് കൊടുക്കുകയോ അവിടെ വെച്ച് ജിദ്ദ എയർപോർട്ടിൽ വെച്ചോ ഹജ്ജ് ഹൗസിൽ വെച്ചോ സിമ്മ് വാങ്ങുകയോ ചെയ്യാതിരിക്കലാണ് സുരക്ഷിതത്വം. കാരണം പല ചതിയിലും നമ്മൾ പെട്ടുപോകും. നമ്മുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് അവർ അനധികൃത സിമ്മുണ്ടാക്കി പലതും ചെയ്തേക്കാം. ആവശ്യത്തിലേറെ റിയാല് സിമ്മിന് വേണ്ടി വാങ്ങിയേക്കാം. അതുകൊണ്ട് സിമ്മ് മക്കത്തെത്തിയിട്ട് വാങ്ങാമെന്ന് തീരുമാനിക്കുക. ജിദ്ദ എയർപോർട്ടിൽ ഫ്രീ വൈഫൈ സൗകര്യങ്ങളുണ്ട്. മൊബൈലിൽ അത് വൈഫൈ ഓണാക്കിയാൽ അത് കിട്ടുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഓർക്കുക, നിങ്ങളുടെ വളണ്ടിയറുടെ നിർദ്ദേശപ്രകാരം മുതവ്വിഫിനല്ലാതെ പാസ്പോർട്ട് കൊടുക്കാനേ പാടില്ല. അത് നമ്മുടെ ഔദ്യോഗിക രേഖയാണ്. അതാർക്കും കൈമാറി കൊടുക്കരുത്. സുബഹി നിസ്കാരത്തിന്റെ സമയത്ത് വിമാനത്തിലായിരിക്കുമെന്ന് ബോധ്യപ്പെട്ടാൽ സുബൈക്ക് ജമ്മാക്കുക എന്നൊരു പരിപാടില്ല. സുബൈനെ ദൂറിലേക്ക് ജമ്മാക്കാൻ പറ്റുമോ? സുബൈനെ ഇശാലേക്ക് ജമ്മാക്കാൻ പറ്റൂല. പിന്നെ എന്ത് ചെയ്യുക? കഴിയുന്ന രൂപത്തിൽ വിമാനത്തിൽ വെച്ച് നിസ്കരിക്കുക. അപ്പൊ ആ സമയത്താണ് നമ്മുടെ വിമാനമെങ്കിൽ നാം ഒന്നിരിക്കൽ കോഴിക്കോട് വെച്ച് തന്നെ ഉദു കരുതുക. പറ്റുമെങ്കിൽ ഉറങ്ങിപ്പോയാൽ ഉദു മുറിയാത്ത രൂപത്തിൽ ഉറങ്ങാൻ ശ്രമിക്കുക. അങ്ങനെ പറ്റുന്ന രൂപത്തിൽ വുളു ഇല്ലാതെ കിബിലക്ക് മുന്നിടാതെ ഒക്കെ ആണെങ്കിലും ആ സമയത്തെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ സുബൈ നിസ്കരിച്ചാൽ സുബൈ ഖളാ ആക്കിയ കുറ്റം നമുക്ക് കിട്ടുകയില്ല. പിന്നെ മക്കത്തെത്തിയിട്ട് അത് മടക്കി നിസ്കരിച്ചാൽ മതി.
ഇനി ബാക്കിയുള്ള കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ജിദ്ദയിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്രയെക്കുറിച്ച് മറ്റുമൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ തന്നെ സമയം വളരെ ദീർഘിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബറക്കത്തും ഖൈറും തൗഫീഖും ഒക്കെ നൽകട്ടെ. നമ്മുടെ യാത്രകളൊക്കെ സുരക്ഷിതമാക്കി എല്ലാ നിലക്കും ഭംഗിയിൽ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കട്ടെ. എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് തരട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി